നമ്മുടെ ലൈഫിനോട് തന്നെ നമ്മൾ ചെയ്യുന്ന 5 റെസ്പോൺസിബിലിറ്റീസ്. ഒന്ന് ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മളെപ്പോഴും ബ്രീത്ത് എടുക്കുന്നുണ്ട് അല്ലേ, പക്ഷേ അവെയർ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ബ്രീത്ത് ചെയ്യാറില്ല. അതിനാണ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ബ്രീത്തിങ് ഒരു ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ്. അതിനായിട്ട് നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, അതുപോലെ തന്നെ പ്രാണായാമ, യോഗയിൽ വരുന്ന ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് ആണ്. നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്. നമ്മുടെ ബോഡി ജോയിൻസിന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ആവശ്യമാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെൽഫ് ടോക്കാണ്. സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ നമ്മുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മളോട് തന്നെ പറയാം. പിന്നെ നമുക്കത് എഴുതാം. ജേർണലിംഗ് എന്ന് പറയുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഡയറി എഴുതുന്ന ആളുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഡെയിലി നമ്മളെ പറ്റി തന്നെ മിററിൽ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വാട്ടറാണ്. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമുള്ള ഭക്ഷണവും വെള്ളവും കുടിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കും, പക്ഷേ നമ്മളെ ബോഡി ശരിക്കും ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ ഒരു 100 ml വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കുടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഫിഫ്ത്ത് വൺ ഇസ് റിലാക്സേഷൻ. നമുക്ക് റിലാക്സേഷൻ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അത് പല ആളുകളിലും പല രീതിയിലുള്ള റിലാക്സേഷനാണ്. ചിലർക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം. അപ്പോൾ അവർക്കൊരു 15 minutes ഒരു റൂമിൽ അവരുടേതായ ഒരു സ്പേസിൽ അവർക്കൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാം. ചില ആളുകൾക്ക് നടക്കുന്നതാണ് ഇഷ്ടം, ബീച്ച് സൈഡ് പോകുന്നതായിരിക്കും. ചില ആളുകൾക്ക് ഒന്നും ചെയ്യാതെ ഒരു റൂമിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം. സോ അതെല്ലാം നമ്മുടെ പേഴ്സണൽ സ്പേസാണ്. അപ്പോൾ ഡെയിലി അതിനായിട്ട് ആ ഒരു റിലാക്സേഷൻ ടൈം നമ്മൾ കൊടുക്കുക. പിന്നെ DRT എന്ന് പറയുന്ന ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്സും അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിലെല്ലാം ഒരുപാട് ലിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള DRT ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള 5 റെസ്പോൺസിബിലിറ്റീസിൽ കൂടെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.